എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ടാഞ്ചറോയെയും സാമുറായെയും ആ കൊരങ്ങനെയും പൂച്ചയായിരിക്കും കാണിക്കുക. വെള്ളം വന്ന് അവരുടെ മുകളിലേക്ക് അങ്ങനെ അടിച്ചു വീണിട്ടും അവരാണെങ്കിൽ ഇപ്പോഴും ആ പൂച്ചയുടെ ദേഹത്ത് അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ഇല്ല, ഉറപ്പായാലും നമ്മൾ വിട്ടുകൊടുക്കില്ല, തീർച്ചയായിട്ടും നമുക്ക് ലൂഫിയുടെ അടുത്ത് എത്തണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ ആ പൂച്ചയെ വീണ്ടും സപ്പോർട്ട് ചെയ്യാണ്. അവർ നൈസായിട്ട് ഒന്ന് താഴേക്ക് നോക്കും. അവർ 1000 സണ്ണി കപ്പലിന്റെ തൊട്ടടുത്താണ്. ഇതിനർത്ഥം വെള്ളം വീണ ഫോഴ്സിൽ ആ പൂച്ചയുടെ ഗ്രിപ്പ് പോയി അത് ഒരുപാട് താഴേക്ക് വന്നു എന്നാണ്. പക്ഷെ കാഞ്ചറോയ്ക്കാണെങ്കിൽ അപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടാതെ അവൻ വീണ്ടും വീണ്ടും ആ പൂച്ചയെ എൻകറേജ് ചെയ്യാണ്. കമോൺ, നിന്നെ കൊണ്ട് തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഞങ്ങളെ മുകളിലെത്തിക്കാൻ നിന്നെ കൊണ്ടാവുമെന്ന് പറയുന്ന കറക്റ്റ് സമയം ഇപ്പൊ അവന്റെ മുഖത്തേക്ക് പെയിന്റ് വന്ന് വീഴുകയാണ്. ആഞ്ചറോ ആ പൂച്ചയെ ഡ്രോ ചെയ്തതാണ്. വെള്ളം അതിന്റെ ദേഹത്തേക്ക് വീണതുകൊണ്ട് തന്നെ പതിയെ പെയിന്റ് ഇളകി കുറെ ഭാഗമൊക്കെ ആകെ വൾഗറായി മാറിയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അതതിന്റെ യജമാനൻ പറഞ്ഞത് കേട്ട് മുകളിലേക്ക് പോവും. അവിടെ മുഴുവൻ വെറ്റാണ്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അതിന്റെ മാക്സിമം കൊടുത്ത് മുൻപോട്ടേക്ക് തന്നെ പോവും. അടുത്ത നിമിഷം വീണ്ടും ആ പൂച്ച അതങ്ങനെ സ്ലിപ്പായി താഴേക്ക് പോവാണ്. ഒരടി കൂടെ താഴേക്ക് പോയാൽ അവർ വെള്ളത്തിൽ വീഴും. മാത്രമല്ല ഇനി മുകളിലേക്ക് പോവാൻ അവർക്ക് സമയമില്ല. ഓൾമോസ്റ്റ് അവിടെ മുഴുവൻ ഇരുട്ടായി തുടങ്ങി. അതുകൊണ്ട് കുഴപ്പമില്ല, ഇന്നൊരു ദിവസം നമുക്ക് കപ്പലിൽ റെസ്റ്റ് എടുക്കാം, നാളെ ലൂഫിയുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞ് അവർ തിരികെ കപ്പലിലേക്ക് പോവാണ്. കട്ട് ചെയ്താ നമ്മുടെ ലൂഫിയും ടീമും ആണെങ്കിൽ ഇപ്പൊ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചും വെള്ളം അടിച്ചും ചില്ല് ചെയ്യാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആൾക്കാർക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കൊടുക്കുകയാണ്. മാത്രമല്ല ആനിമൽസ് ആണെങ്കിൽ കൊഞ്ചിയും കുറുവിയും അവന് കിസ്സൊക്കെ കൊടുത്തും അവരുടെ സ്നേഹം അത് പ്രകടിപ്പിക്കും. അത് ഇഷ്ടപ്പെടാതെ അവറ്റുകളെല്ലാം അവൻ അടിച്ചോടിക്കും. അത് കണ്ട് ലൂഫി ദേഷ്യപ്പെടും. സോറോ, നീ എന്തായി ചെയ്യണേ? അവർ ആക്ച്വലി നമ്മളെ സ്നേഹിക്കുകയല്ലേ, ഇത്രയും കഷ്ടപ്പെട്ട് അവർ നമ്മളെ കെയർ ചെയ്യല്ലേ, അപ്പോ നീ ഇത്രയും ബാഡായിട്ട് അവരോട് പെരുമാറാൻ പാടുണ്ടോ? അതിന് സോറോ അവൻ ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല ഇതൊന്നും സഹിക്കാനായിട്ട്. ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് സ്വസ്ഥമായിട്ട് കുടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവറ്റകളെ വീണ്ടും തള്ളി മാറ്റി അവനാണെങ്കിൽ ആ ഡ്രിങ്ക്സ് മുഴുവൻ കുടിച്ചു പറ്റിക്കും. അതേസമയം ഉസോപ്പ് ആണെങ്കിൽ ഓരോരോ മീറ്റുകൾ കഴിച്ച് അതിന്റെ സ്വാദൊക്കെ ആസ്വദിക്കുകയാണ്. ആ ക്യാരറ്റ് പെണ്ണ് അവൾ അവരുടെ കൾച്ചറിനെ കുറിച്ചും ഫുഡിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവന് പറഞ്ഞു കൊടുക്കും. അപ്പോഴായിരിക്കും ബ്രൂക്ക് അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് അവിടേക്ക് ഓടിയെത്തുക. നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷവും ആശ്വാസമൊക്കെ തോന്നും. അതിനുശേഷം ഇപ്പൊ ലൂഫിയോട് സോറി പറയും. ഐ എം സോറി, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ആഞ്ചിക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയും. ലൂഫി ആണെങ്കിൽ മൊമന്റോസ്കി എവിടെയും ചോദിക്കും. അതിന് ബ്രൂക്ക് അവരെ എല്ലാവരെയും വിളിച്ച് സീക്രട്ട് ആയിട്ട് പറയും. മൊമന്റോസ്കിക്ക് ഇവരെ എല്ലാവരും ഒരുപാട് പേടിയാണ്. അവൻ ഇവിടെ വന്നത് മുതൽ റൂമിനകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തിരിപ്പാണ്. മാത്രമല്ല സാമുറായി അങ്ങനെയുള്ള ആരെയും ഇവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ല. സോ ഒരു കാരണവശാലും സാമുറായിയെയും ആ കാഞ്ചറോയെയും ഇവിടേക്ക് കൊണ്ടുവരരുത്. അവരങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും വലിയൊരു ഡോർ തുറന്ന് കുറച്ച് മോൺസ്റ്റർ ആനിമൽസ് അവിടേക്ക് വരിക. അവരുടെ ലക്ഷ്യം അത് നമ്മുടെ ബ്രൂക്കാണ്. കാരണം അവന്റെ എല്ല് അവരെ വല്ലാതെ ആകർഷിച്ചു. പണ്ട് നമ്മുടെ ആൾക്കാരോട് പറഞ്ഞ ഡെഡ് ബോഡി അത് ബ്രൂക്കിനെ കുറിച്ചാണ്. അവന്റെ കോലോ ശരീരമൊക്കെ കണ്ട് അവൻ ഡെഡ് ബോഡി ആണെന്നാണ് അവരെല്ലാവരും തന്നെ തെറ്റിദ്ധരിച്ചത്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലോയെ കാണിക്കും. ലോയ ആണെങ്കിൽ അവന്റെ വിബറു കാർഡ് ഉപയോഗിച്ച് അവന്റെ ടീമിനെ അന്വേഷിച്ച് പോവാണ്. ഇവിടെ നാമി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ചോദിക്കും, കമോൺ ഗായ്സ്, നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല, സാഞ്ചിയെ അവനെ എത്രയും വേഗം നമുക്ക് രക്ഷിക്കണം. ലൂഫിക്ക് മനസ്സിലാവും സാഞ്ചിയുടെ ജീവന് യാതൊരു ആപത്ത് സംഭവിച്ചിട്ടില്ല, അവൻ ഏതോ ഒരു ട്രാപ്പില് കുടുങ്ങിക്കിടക്കുകയാണ്, എത്രയും വേഗം അവിടേക്ക് പോയി അവനെ മോചിപ്പിക്കണം. ഉസൂപ്പിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ നാമിയോട് ചോദിക്കും, സത്യത്തില് എന്താ സംഭവിച്ചത്? 11 ദിവസങ്ങൾക്ക് മുൻപ് ആ ഡെസറോസ ഐലാൻഡ്, അവിടുന്ന് നിങ്ങൾ പുറപ്പെട്ടതിന് ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളോട് പറ. അതിനെ നാമി അവളാണെങ്കിൽ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയാൻ തുടങ്ങും. ഞങ്ങൾ എല്ലാവരും സോ ഐലാൻഡ് നോക്കി അങ്ങനെ ട്രാവൽ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ബിഗ് മോമിന്റെ കപ്പലിന് മുൻപിൽ ഞങ്ങൾ ചെന്നുപെട്ടത്. അതൊരു വലിയ ട്രാപ്പാണെന്ന് അപ്പൊ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഫിഷ്മാൻ ഐലാൻഡിലേക്ക് പണ്ട് ചോക്ലേറ്റ് ചോദിച്ചു വന്ന ആ 2 പേര്, അവരായിരുന്നു അതിൽ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. സീസറിനെ സ്വന്തമാക്കി എങ്ങനെയെങ്കിലും 1000 സണ്ണി കപ്പൽ അത് തകർക്കുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അവരുടെ കൂടെ തന്നെ ഒരു തൊപ്പിക്കാരനുണ്ട്. അവരെ കാണേണ്ട താമസം സാഞ്ചി നമ്മുടെ ടീംമേറ്റ്സിനോട് പറയും, നമ്മുടെ ഫൈറ്റ് അത് തുടങ്ങാൻ സമയമായി, ഇനി ഒന്നും നോക്കാനില്ല, തകർത്ത് മുൻപോട്ട് പോകണമെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ഇവിടെ ചോപ്പറാണെങ്കിൽ ഓടിപ്പോയി ബൂസ്റ്റർ ചെക്ക് ചെയ്യും. പക്ഷെ ബൂസ്റ്ററിനാണെങ്കിൽ ആവശ്യത്തിനുള്ള പവറോ കോളയോ ഒന്നുമില്ല. സീസറിന് അവന്റെ ടെൻഷൻ അത് കൂടി കൂടി വരും. സീസർ ഓടി വന്ന് സാഞ്ചിയോട് പറയും, സാഞ്ചി എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യും, ആ ബിഗ് മോമിന്റെ കയ്യില് ഞാൻ പെട്ടുപോയ എന്റെ കഥ കഴിയും. അതിന് സാഞ്ചി ആണെങ്കിൽ അവനെ തൂക്കിയെറിയും. നിന്നെയാണ് ആദ്യം ഞാൻ ട്രാപ്പ് ചെയ്യാൻ പോകുന്നത്.
പോരുത്, മിണ്ടിയ നിന്നെ അവർക്ക് പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് സാഞ്ചി ആദ്യം ഇപ്പൊ ബ്രൂക്കിനോട് അവരോട് ഫൈറ്റ് ചെയ്യാൻ പറയും. ബ്രൂക്ക് ആണെങ്കിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് മുൻപോട്ടേക്ക് ചാടി വരും. പക്ഷെ അപ്പോഴേക്കും ആ വില്ലന്മാരാണെങ്കിൽ പീരങ്കി ഉപയോഗിക്കുകയാണ്. ഒരുപാട് ബുള്ളറ്റ്സ് അതങ്ങനെ നമ്മുടെ ആൾക്കാർക്ക് നേരെ തെറിച്ചു വരും. ബ്രൂക്ക് ഞൊട്ടിയിടയിൽ അവന്റെ പവർ ഉപയോഗിച്ച് ആ ബുള്ളറ്റ്സ് എല്ലാം ഫ്രീസ് ചെയ്യും. ആ ഗ്യാപ്പില് നമ്മുടെ ചോപ്പർ അവന്റെ ടാബ്ലറ്റ് എടുത്ത് കഴിച്ച് ജയന്റായി മാറി സീസറിനെ പിടിച്ചു വലിച്ച് അവന്റെ ആ ബോഡി ഉപയോഗിച്ച് തന്നെ ബുള്ളറ്റ്സ് എല്ലാം സിമ്പിൾ ആയിട്ട് കളക്ട് ചെയ്യും. സീസറിനാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. അവനാണെങ്കിൽ ഇപ്പൊ ഫുൾ കലിപ്പിൽ നിലവിളിക്കുകയാണ്. അതിന് നമ്മുടെ ചോപ്പർ മിണ്ടിപ്പോരുത്, മിണ്ടിയ ഞാൻ തൂക്കിയെടുത്ത് നിന്നെ വെള്ളത്തിലേക്ക് എറിയും. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യും, അതനുസരിച്ച് സഹകരിച്ച് കൂടെ നിന്നാ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നിന്റെ കഥ അത് ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ കഴിയുമെന്ന് പറഞ്ഞ് ചോപ്പർ സീസറിനെ വെച്ച് ആ ബുള്ളറ്റ് അത് മുഴുവനായിട്ടും പൊതിഞ്ഞ് അവനെ അടക്കം ആ ബുള്ളറ്റ്സ് ബിഗ് മോമിന്റെ കപ്പലിലേക്ക് വലിച്ചെറിയാണ്. വില്ലന്മാർക്കാണെങ്കിൽ ഭയങ്കര ഷോക്ക്. കാരണം അവര് തേടി വന്ന വള്ളിയെ നമ്മുടെ ആൾക്കാര് അവർക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഷടോ ഇതെന്തൊരു അത്ഭുതം എന്ന് പറഞ്ഞ് അവർ അതിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കും. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ സാഞ്ചി അവനങ്ങനെ എയർ വാക്ക് ചെയ്തു പോയി സീസറിന് ഒരൊറ്റ തൊഴി. ആ തൊഴിയില് ഫയർ ബുള്ളറ്റ്സുകളിലെല്ലാം തന്നെ സ്പ്രെഡായി ബിഗ് മോമിന്റെ കപ്പലിലേക്ക് പതിച്ച് കപ്പൽ പകുതി അങ്ങനെ തകർന്നു വീഴുകയാണ്. വെള്ളത്തിൽ വീണ സീസറിനെ ഇപ്പൊ സാഞ്ചി അങ്ങനെ ഉയർത്തിയെടുക്കും. നാമി ആണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് മഴ പെയ്പ്പിച്ച് ആയിട്ട് കാറ്റ് വീശിപ്പിച്ച് കപ്പലിന്റെ ദിശ അത് മാറ്റാണ്. ബിഗ് മോമിനും അവന്റെ ടീംസിനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. തകർന്ന കപ്പല് അത് എത്രയും വേഗം റിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ മുഴുവനായിട്ടും തകർന്ന് അവരെല്ലാവരും വെള്ളത്തിലേക്ക് പോകും. ബിഗ് മോമിന്റെ കയ്യിൽ പെടുന്നതിന് മുൻപേ ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. അവർ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഞങ്ങളെ പിടിക്കാൻ പറ്റിയില്ല എന്ന് നാമി തീർത്തു പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ എല്ലാവരും കൈയടിക്കുകയാണ്. കാരണം എങ്ങനെ ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ള മൂവ് അതവർ നടത്തിയതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിഞ്ഞത്. നാമിയാണെങ്കിൽ വീണ്ടും അവരുടെ സ്റ്റോറി തുടരും. 2 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആ സോ ഐലാൻഡിലേക്ക് എത്തി. ഐലാൻഡ് ആ സമയത്ത് ഞങ്ങളുടെ തൊട്ടടുത്തായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വന്നില്ല. ബോബിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അപ്പോ 10 ദിവസങ്ങൾക്ക് മുൻപേ നിങ്ങൾ ഇവിടെ എത്തിയോ? സിറ്റിയിൽ അൺയൂഷ്വൽ ആയിട്ട് ചില കാര്യങ്ങൾ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു. വലിയ നഖം കൊണ്ട് കയറിയതും അറ്റാക്ക് ചെയ്തതുമായിട്ടുള്ള ഒരുപാട് അടയാളങ്ങൾ. അതിന് ചോപ്പർ പറയും ഞങ്ങൾ ഇവിടെ എത്തിയതിനു ശേഷമാണ് അതെല്ലാം തന്നെ സംഭവിച്ചത്. ഞങ്ങളുടെ കൺമുൻപിൽ വലിയൊരു യുദ്ധം അരങ്ങേറി. അതിന്റെ തിരുശേഷിപ്പാണ് അതെല്ലാം. അല്ല രണ്ടല്ല, ഇവിടെയുള്ള സിറ്റികളെല്ലാം തന്നെ ആ ഒരു അറ്റാക്കിൽ നശിച്ചുപോയി. ഇവിടെ വാണ്ടയ്ക്കാണെങ്കിൽ ആ സംഭവം ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് പേടി തോന്നും. അവൾ ഫ്രാങ്കിയെ നോക്കി കരയാണ്. ഫ്രാങ്കി ആണെങ്കിൽ അവളോട് പറയും നിങ്ങൾക്കത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. അതിനവള് നിങ്ങൾ തീർച്ചയായിട്ടും ഇതറിഞ്ഞേ പറ്റൂ, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ടെന്ന് പറയും. ഉടനെ വേറൊരുത്തൻ അവിടേക്ക് ഓടിക്കതച്ചു വരും. അവനാണെങ്കിൽ വിളിച്ചു പറയും ഡുക്കെ കണ്ണു തുറന്നു, എത്രയും വേഗം നിങ്ങൾ അവിടേക്ക് വായോ. ആ ഡുക്കെ മറ്റാരുമല്ല ഈ നാടിന്റെ കിങ് ആണ്. ചോപ്പർ ആണെങ്കിൽ ആളുടെ ഹെൽത്ത് ചെക്ക് ചെയ്യാനായിട്ട് അവിടേക്ക് ഓടും. വാണ്ട പറയും അദ്ദേഹമാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ കിങ്. അദ്ദേഹത്തിന് ആ ഒരു അറ്റാക്കിൽ വലിയ പരിക്ക് പറ്റി. അതിനുശേഷം ഇപ്പോഴാണ് ആള് കണ്ണു തുറക്കുന്നത്. ഈ രാജ്യത്തിന് ആക്ച്വലി 2 കിങ്ങുകളുണ്ട്. ഫസ്റ്റ് കിങ്ങിന്റെ ഡ്യൂട്ടി രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഈ ഒരു രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യണം. അദ്ദേഹമാണ് സെക്കൻഡ് കിങ്. ആളുടെ ഡ്യൂട്ടി വൈകുന്നേരം 6 മണി മുതൽ വെളുപ്പിന് 6 മണി വരെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്. ഇവർ 2 പേരും കൂടെ ഒരുപാട് വർഷങ്ങളായി ഞങ്ങളുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്ത് വരികയായിരുന്നു. പക്ഷെ ആരും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ വലിയൊരു സ്റ്റോറി അത് പറയാൻ തുടങ്ങുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.